ഹലോ, ഇന്നൊരു സൺഡേ ആണ്. പൊതുവേ സൺഡേസിലാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗായിട്ടൊക്കെ എടുക്കാറ്. കഴിഞ്ഞ സൺഡേ അല്ല, ഇതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോയിൽ നമ്മളൊരു സൺഡേ ഇതുപോലെ മേക്കപ്പ് ചാലഞ്ച് ആയിട്ടിന് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ സൺഡേ നമ്മൾ കസിനുണ്ട് ഇവിടെ. അപ്പം ഞാനും അവളും ഏട്ടനും കൂടി ഇന്ന് പുറത്ത് പോവാം. എന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ്, പക്ഷേ ചെയ്യാൻ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാനതിനൊട്ടും പ്രിപ്പയർഡ് അല്ല. അവൾ ഇന്ന് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഭയങ്കര വലിയ ആഗ്രഹമാണ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇന്ന് ചെയ്യാൻ മാത്രം ഞാൻ റെഡി ആണോ എന്ന് എനിക്കറിയത്തില്ല, കാരണം എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഏതായാലും കാണിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ പുറത്ത് പോയിട്ടുണ്ട്, മാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കുറച്ച് ഇതുപോലെ വ്ളോഗ് ആക്കാം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ അതുപോലെ വേറൊരു ഹാഫ് ഡേ നമ്മൾ രണ്ടുപേരും കൂടെ പോയി, ഞാനും അവളും കൂടെ മാത്രം പുറത്ത് പോയിട്ട് ഒരു ചെറിയ സെൽഫ് കെയർ പോലൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനിതുപോലെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ അതൊരു കണ്ടൻ്റായിട്ട് ഇറക്കാനുള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇന്നത്തേത് എനിക്ക് തോന്നുന്നു അതിന് മാത്രം ഉള്ളത് ഉണ്ടാവും. അപ്പം അതിനാൽ ഈ വീഡിയോയിൽ കുറച്ച് ആഡ് ചെയ്ത് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോസ് കണ്ടിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഒരു ഹാഫ് ഡേ പുറത്ത് പോയിട്ട് സെൽഫ് കെയർ പോലൊക്കെ ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത്. സെൽഫ് കെയർ എന്ന് പറയുമ്പം അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെഡിക്യൂർ ചെയ്യണമെന്നുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അത് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് പുറത്ത് പോയതാണ്. പിന്നെ ത്രെഡിങ് ഉണ്ടായിരുന്നു, അല്ലറ ചില്ലറ ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് ഒരു ഹാഫ് ഡേ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്നു. അതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ സലോണിലെത്തി പെഡിക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിന്നെ നമ്മുടെ ഈ ചെയറിന് ഇങ്ങനെ മസാജും കൂടെ ഉള്ളതാണ്. അപ്പം നല്ല സുഖമാണ്, ഇങ്ങനെ റിലാക്സിങ്. എന്താണ് പറയാനുള്ളത്? എൻ്റെ ഒരു ചരണ്ടി അവസാനം എനിക്ക് നീറാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു കാലിൻ്റെ തൊലിയൊക്കെ പോയിന്ന്. ഇപ്പോൾ അവർ പെഡിക്യൂറിൻ്റെ ഏതാണ്ട് 1-2 പാക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ലൈറ്റൊക്കെ അത് ഇങ്ങനൊരു സെറ്റപ്പൊക്കെ ആക്കിയിട്ട് പോയിരിക്കാം. നല്ല രസമുണ്ടല്ലേ? പക്ഷേ കാലിലിങ്ങനെ എന്തൊരു ബട്ടർ പോലത്തെ ഒരു സാധനമൊക്കെ പരട്ടിയിട്ടിട്ട് പോയേക്കോ. നല്ല തണുപ്പുമുണ്ട്. ആദ്യം ചൂടുവെള്ളത്തിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഈ ബട്ടറൊക്കെ പരട്ടി വെച്ചപ്പോഴത്തേക്ക് നല്ല തണുപ്പ്, നല്ല സുഖമുണ്ട് ഇങ്ങനെ ഇരിക്കാൻ. സത്യം കിടന്നുറങ്ങായിരുന്നു. ഉറക്കം വരുന്നുണ്ടോ? സോക്സ് ഒക്കെ ഇട്ടിരിക്കുന്നത് നല്ല തണുപ്പില്ലേ? അങ്ങനെ കാലൊക്കെ മനോഹരമാക്കിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മണിപ്പാലാണ് കേട്ടോ സ്ഥലം. ഫുൾഫിൽസ് കാഷ്വൽ ഡൈനർ, അവിടെ കയറാം അല്ലേ? മാംഗോ പന്നാക്കോട്ട വേണോ ഉമാലി വേണോ? ഉമാലി എന്താണെന്നറിയില്ല, നോക്കാം. ഇതിൻ്റെ പേരെന്തായിരുന്നു? വെജ് വോണ്ടോൺസ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് വെജ് ഗാർലിക് നൂഡിൽസ് അല്ലേ, ഗാർലിക് ചില്ലി നൂഡിൽസ് ആൻഡ് പിങ്ക് സോസ് പാസ്ത. പക്ഷേ റെഡ് സോസ് പോലെ ഉണ്ടല്ലേ? മറ്റു സാധനം അടിപൊളിയല്ലായിരുന്നോ? വെജ് വോണ്ടോൺസ്. നല്ലതാണോ? നല്ല മണം വരുന്നുണ്ട്. മാംഗോ പന്നാക്കോട്ട അല്ലേ? എടുത്ത പുഡിംഗ് പോലെയാന്ന് തോന്നുന്നു. അവർക്കൊരു പ്ലേറ്റിലോട്ട് ഇത് കമത്തി വെച്ച് ഷേപ്പിൽ തരാറുണ്ട്.
കസ്റ്റാർഡിൻ്റെ ടേസ്റ്റാണ്. കസ്റ്റാർഡോ മാംഗോയുടെ ഫ്ലേവർ ഉണ്ടോ? അങ്ങനെ ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയത് ഷോപ്പിങ്ങിനായിരുന്നു. മാക്സിലും പോയി സുഡിയോയിലും പോയി ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. അതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ഹാഫ് ഡേ. ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ദിവസം ഞങ്ങൾ വെറുതെ മാംഗ്ലൂർ പോയി കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. ആ ദിവസത്തെ വിഷ്വൽസ് ആണ്. ബാക്കി പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിന്ന് മാംഗ്ലൂർ ഏരിയയിലേക്കാണ് ഒന്ന് ലോക്ക് ചെയ്തൊക്കെ. അപ്പം പ്ലാൻ എന്ന് പറയുന്നത് നമ്മളിന്ന് ഒരു എന്തായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്? ഹമ്പൻകട്ട എന്നാണ് തോന്നുന്നു. അവിടെ കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോവാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ട്രൈ ചെയ്യാം. അങ്ങനെ ഇവള് വന്നിട്ട് കുറച്ച് ദിവസമായി നമ്മളുടെ ഇവിടെ. പക്ഷെ നമുക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നു. ഇന്ന് നമ്മൾ കുറച്ച് മുമ്പ് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഇറങ്ങുന്നേ ഉള്ളൂ എന്ന്. ഇനി ഒരു അരമണിക്കൂറാണ്. വാച്ച് തലകുത്തി ഹമ്പൻകേട്ട് ടൗണിൽ വന്നിറങ്ങി. ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ വന്ന ഉടനെ ഒരു ഐസ്ക്രീം പാർലറിൽ വന്നു. അപ്പോൾ കുറച്ച് തണുത്ത എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി ഇച്ചിരി നാരങ്ങ വെള്ളം ഓർഡർ ചെയ്ത്. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം കഴിയും. ചൂടൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന പാട്ട് ഏത് ഞാൻ പാടിക്കൊണ്ടായിരുന്നു? അതിൻ്റെ സെയിം ജോലി പാട്ട്. ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നുന്നോ? വെജ് കട്ട്ലറ്റും വെജ് സമൂസയും ഉച്ച സമയത്താണ് നമ്മൾ ലൈറ്റ് ഇട്ടേ കഴിക്കുന്നുള്ളൂ. $200 ശരി. ആ അകത്തോട്ടുണ്ട്. പക്ഷേ കഴിക്കൂ. കിവി മാംഗോ. ഇതേതായിരുന്നു? ഇതെന്താ സംഭവം? മൽബറി ലിച്ചി.
മൾബറി ലിച്ചിയും ഇത് കിവി മാംഗോ. എങ്ങനെയുണ്ട്? പറാത്ത ട്രൈ ചെയ്ത് നോക്കാം. വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഇവിടെ ഇരുന്ന് ഡിന്നറും കൂടെ കഴിച്ചിട്ട് പോയത്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിപ്പം. ഇതിന്റെ ഒരു ചെറിയ വേർഷൻ. ഇത് വലിയ സ്റ്റുഡിയോ. നമ്മൾ കഴിഞ്ഞ ദിവസം കയറിയ മണിപ്പാലിലുള്ളതിനെക്കാട്ടിലും വലുതാന്ന് തോന്നുന്നു. പോയി നോക്കാം. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മളുടെ കഴിഞ്ഞ 2 ദിവസം നമ്മൾ പുറത്തു പോയത്. ഇന്നിപ്പോൾ നമ്മൾ ഇപ്പം സമയം ഏകദേശം ഉച്ചയാവാറായിട്ട് 12:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പുറത്തേക്ക് നമ്മൾ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലഞ്ച് പുറത്തുനിന്ന് കഴിക്കുന്നില്ല. നമ്മൾ കുറച്ച് ദിവസമായിട്ട് പുറത്തെ ഫുഡ് അധികം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ലഞ്ചൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പോയി ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തിട്ട് നമ്മളിപ്പോൾ തിരിച്ചു വരും. മറ്റേ നമ്മളിന്ന് വൈകുന്നേരം ബീച്ചിലൊക്കെ പോവാം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നടക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് ഏതായാലും നോക്കാം. ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി. ഞാനും ഏട്ടനും അവളും ഉണ്ട്. നമ്മൾ 3 പേരൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ പോകുന്ന കാര്യം നടക്കുമെന്ന് ഇപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. ഏതായാലും പോയി നോക്കാം. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ബാങ്ക്സ് വെട്ടിയത്, ഇപ്പോൾ വളർന്നു. ഏയ്യൂ, പേടിയുണ്ടോ? കുത്തുന്നതിന്റെ പേടിയല്ല, കുത്തി കഴിഞ്ഞ് ചേർന്നില്ലെങ്കിൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കുത്തിയിട്ട് പിന്നെ എടുക്കണ്ടേ. പറയുന്നത് എന്താന്ന് വെച്ചാല് കുത്തുന്നതിൽ പേടിയില്ല. അത് ബൈ ദ വേ നമ്മളിപ്പോൾ പോകുന്നത് ഇവൾക്ക് മൂക്ക് കുത്താനും എനിക്ക് സെക്കൻഡ് സ്റ്റഡ് അടിക്കാനുമാണ്. അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവള് മൂക്ക് കുത്താൻ പോകുന്നതിൻ്റെ കാര്യം അവളിപ്പോൾ പറയുന്നത് കേൾക്കുന്നുണ്ടാവില്ല. അവൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞു. കുത്തുന്നതിന് പേടിയില്ല, പക്ഷെ കുത്തിയിട്ട് ചേരുന്നില്ലെങ്കിൽ പിന്നെ ഊരി വെക്കുമ്പോഴേ ഇത്രയും കഷ്ടപ്പെട്ട് വേദന സഹിച്ച് കുത്തിയത് വലിയ കാര്യമില്ലാതാവത്തില്ല. അത്രയും കടന്ന് ചിന്തിക്കുമ്പോൾ ഒരു ടെൻഷൻ, ചെറിയൊരു പേടിയില്ല, പക്ഷെ ഒരു ഭയം. ചേർന്നില്ലെങ്കിൽ എന്തെങ്കിലുമുള്ളൊരു ഒരു കടുക്കനിടുന്നോ? ഇത് സെയിമാ? ഇത് സെയിം ആണോ? ഇഷ്ടപ്പെട്ടത് സാധനം ഇഷ്ടപ്പെട്ടു. ഞാൻ എത്ര ചേർത്ത് 1400. ಬೇರೆ ಜನ അലർന്നൊക്കെ ഓരോരുത്തരുടെ ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഇവക്ക് മുക്കുത്തി വാങ്ങി, എനിക്ക് സെക്കൻഡ് സ്റ്റഡും വാങ്ങി. പക്ഷെ തട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ തട്ടാനെ കൊണ്ട് 2 കാതും കുത്തിക്കാൻ എനിക്ക് പേടിയാണ്. അപ്പോൾ ഇവള് മൂക്ക് കുത്തുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന എവിടെയാണോ അതിപ്പോൾ അന്വേഷിക്കും, എന്നിട്ട് കുത്താമെന്നാണ് ഇപ്പം അല്ലേ. സാധനം വാങ്ങിയിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുന്ന ആളെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാർലറിൽ പോയി വരവ് വെച്ച് ഇന്ന് കുത്തും, പിന്നെ ഗോൾഡിലോട്ട് മാറാം. ഇപ്പം നമ്മൾ കോഫിയൊക്കെ കുടിച്ച് തട്ടാനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഗോൾഡ് സ്മിത്ത് റൂം. ഇപ്പം എന്ത് തോന്നുന്നു? നെഞ്ച്
തല ഇറങ്ങുന്നുണ്ടോ? ഞാൻ കുത്തൊന്നുമില്ല. ഞാൻ തട്ടാൻ്റെ അടുത്ത് കുത്തത്തേ ഇല്ല. 2 കാതുണ്ട്. ഒരു കാത് കുത്തുമ്പോൾ ബോധം പോയാലോ? എളുപ്പമായി. അത് ശരി, അത് ശരി. ഏട്ടായി സൈഡിലിരിക്കുക. കാത് കുത്തുന്നോ? ഒരു കാത് കാതിലേക്ക് അടുക്കാൻ ഒരു തരാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. പക്ഷെ എന്താ നല്ല ഭംഗിയുണ്ട്. ആ അടിപൊളിയല്ലേ? നല്ല ഭംഗിയുണ്ട്. ചെറിയ അടുപ്പ് വന്നിട്ടുണ്ട്. ഇല്ല കഴിഞ്ഞ സംഭവം കൊള്ളാം. നീ അടിച്ചോ? വേദനയില്ല, പക്ഷെ വരുമ്പോ ഒരു പേടിയാ. ശരിക്കും വേദനിച്ചു. പുറത്ത് കാണിച്ചേ. അയ്യോ, ഇങ്ങനെ കുറേ നാളത്തെ ഒരാഗ്രഹം. ചെവി കുത്തി സെക്കൻഡ് എവിടെ മൂക്ക് കാണുന്നില്ലല്ലോ. സന്തോഷമായോ? സന്തോഷമായി. ഈ കാത് കുത്തിയത് അറിയാനേ ഇല്ല, ഒട്ടും വേദനിച്ചില്ല. എന്നുവെച്ചാൽ കുത്തിയ ആ ഒരു സെക്കൻഡിൽ വേദനിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം അറിയാനേ ഇല്ല. ഈ കാത് അമ്മയൊക്കെ പണ്ടിങ്ങനെ ഞുള്ളി പറിച്ച പോലത്തെ ഒരു ചെറിയൊരു വേദനയുണ്ട്, അതല്ലാണ്ട് പ്രശ്നം ഇപ്പം ഇല്ല. പിന്നെ നമ്മൾ കുളിക്കുമ്പം ഇങ്ങനെ മറ്റേ ടർക്കിയൊക്കെ കുടുങ്ങാതെ നോക്കണമെന്ന് മാത്രം പറഞ്ഞു, വേറെ ഒന്നും ചെയ്യാനില്ല. എനിക്കിഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? അവളുടെ മുക്കുത്തിയോ? അപ്പോൾ അപ്പോൾ നമ്മൾ
സൺഡേ പിന്നെ അതെ, നമ്മൾക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് നടക്കുമോ ഇല്ലയോ, പിന്നെ ധൈര്യം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷെ ഏതായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അച്ഛനോട് പറയണ്ടേ? പറയണം. ഇടയ്ക്ക് വിട്ടാൽ ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നതായിരിക്കും. തന്നെ നിന്ന് ഇങ്ങോട്ട് വരണ്ടെന്ന്. ആ ശരി. ഓ ഞാൻ ഒറ്റയ്ക്കൊക്കെ ജീവിച്ചോളാം. കുടിക്കുക. ഇഷ്ടപ്പെട്ടില്ല. ഒന്നുമില്ല, കുറച്ച് പാലിലേക്ക് കുറേ വെള്ളം ഒഴിച്ചിട്ട് ഒരു കഷ്ണം വാട്ടർമെലൺ ഇട്ടു അരച്ചിട്ടിട്ട് ഒരു വാട്ടർമെലൻ്റെ ഹാർട്ട് വെച്ചിട്ടുണ്ട്. പേരിന് ഇച്ചിരി ബൂസ്റ്റോ ഇട്ടിട്ടുണ്ട്. മധുരടാൻ മറന്നുപോയി. അത് ചെറിയ ഇഷ്ടമാണോ? വേണോ ചെറിയ മാംഗോ എനിക്ക് വേണ്ടെങ്കിൽ കുടിക്കണം കേട്ടോ. പക്ക മാംഗോയുടെ ടേസ്റ്റാണ്. നിർത്തിക്കോ, അത് കൊള്ളത്തില്ല. പക്ക മാംഗോ. ഇത് മാംഗോയുടെ സാധാ. കാപ്പു ബീച്ച് പോലെ എനിക്ക് തോന്നി ഗൂഗിള് നോക്കിയപ്പോ. ഞാൻ വിചാരിച്ചു ഇതാ കാപ്പു ബീച്ച് എന്ന്. സെന്റ് മേരീസ് ആ ശരിയാ. മാൽപ്പയിലോട്ട് വിട്ടാലോ? വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ടാവും. നമ്മള് മൂക്കും കാതും ഒക്കെ കുത്തിയിട്ട് വീട്ടിലെത്തി, ചോറൊക്കെ ഉണ്ടെന്ന് റെസ്റ്റ് എടുത്തിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബീച്ചിൽ വന്നിരിക്കുകയാണ്. സൺസെറ്റ് ടൈം ആവുന്നേ ഉള്ളൂ. ഇപ്പം 5:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ നല്ല വെയിലാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്കിതും ഇഷ്ടപ്പെട്ടു. അവൾ മൂക്ക് കുത്തിയതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ സിറിഞ്ച് ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ ബോധമൊക്കെ പോകാറുണ്ട്. എസ്പെഷ്യലി ഞാൻ മൂക്ക് കുത്തിയപ്പം ഞാൻ ബോധം കെട്ടി വീണായിരുന്നു തല ഇറങ്ങിയിട്ട്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിൻലി ഞാൻ തട്ടാനെ കൊണ്ട് കുത്തിക്കുന്നില്ല എന്ന് പറഞ്ഞത്. കാരണം തട്ടാൻ കുത്തുന്നതാണ് നല്ലത്. പക്ഷെ ഒരു പ്രാവശ്യമൊക്കെ മൂക്കൊക്കെ കുത്തുന്ന പോലെ ആയിരുന്നെങ്കിൽ ഞാൻ പിന്നെയും സമ്മതിച്ചാണ്. പക്ഷെ 2 കാത് കുത്തണ്ട, ഒരെണ്ണം കുത്തിയിട്ട് സഹിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അടുത്തത് എന്ത് ചെയ്യുന്ന അറിയാത്തതുകൊണ്ടാണ് ഞാൻ മറ്റേ ഗൺ ഷൂട്ടിങ്ങേ ഉള്ളൂ എന്ന് തീരുമാനിച്ചത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഈസി ആയിരുന്നു. ആ ഒരൊറ്റ സെക്കൻഡിൻ്റെ വേദന ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചൊരു നമുക്കൊരു ചെറിയ പെയിൻ അത് എന്തായാലും കാണുമല്ലോ, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യം നടത്തുമ്പോഴത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പം പെയിൻ ഒട്ടുമില്ല. ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഒരു കറുത്ത രൂപം മാത്രമേ ഉള്ളൂ. ഐസ് എന്താ വേണ്ട.
ഒരു തിരമാല വന്ന് കാലിലടിക്കണം. അതൊരു വൃത്തികെട്ട വരവായി പോയി, തൊടാതെ പോയി. ആ ഫോണിപ്പോ നോക്കും. ഒന്നുകൂടെ ഇറങ്ങാം. അത് വരുമായിരിക്കും. ഇതൂടെ നോക്കിയിട്ട് ഇറങ്ങില്ലേ ഫോണിപ്പോ. കളിക്കുവാ ഇവര്. ഡോൾഫിനാണോ? അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും വീഡിയോസ് ആയിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ.